ഇതാണ് പ്രസിദ്ധമായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം. ഇതേ ഔന്നത്യം തന്നെ മതിൽക്കെട്ടിനകത്തുള്ള നിർമ്മിതിയിലും പുലർത്തിയിട്ടുണ്ട്. ഈ കമാനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മെ സ്വീകരിക്കുക. വെങ്കലത്തിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവപ്രതിമയുടെ കാഴ്ച തന്നെ നമ്മെ അമ്പരപ്പിക്കും. 5/7/2025 കേരള ഗവർണർ അനാച്ഛാദനം ചെയ്ത ഈ പ്രതിമ നിർമ്മിച്ചത് ഉണ്ണി കാനായി എന്ന ശില്പിയാണ്. മൊട്ടമ്മൽ രാജൻ, രജിത രാജൻ എന്നിവരുടെ സംഭാവനയായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒട്ടേറെ കാഴ്ചദ്രവ്യങ്ങൾ രാജരാജേശ്വരന് കാണിക്കയായി ഇതുവരേക്കും ലഭിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് 24 കിലോമീറ്ററാണ് തളിപ്പറമ്പിലേക്കുള്ള യാത്രാദൂരം. ടൗണിൽ നിന്ന് 2 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് ഇവിടേക്കെത്താൻ. വഴിപാടായി നടക്കിരുത്തിയ ഒരാനയെ മതിൽക്കെട്ടിന് പുറത്ത് പാർപ്പിച്ചിരിക്കുന്നത് കാണാം. ഇപ്പോഴും മനുഷ്യരോട് ഒരു ഇണക്കവും കാണിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പച്ച നിറത്തിലുള്ള നെറ്റ് കൊണ്ട് ആ ഭാഗം മുഴുവനായി അടച്ചുകെട്ടിയിട്ടുണ്ട്. രാജാക്കന്മാരുടെ രാജാവായി അറിയപ്പെടുന്നത് ദേവേന്ദ്രനാണ്. ദേവേന്ദ്രനു മേലെയുള്ള രാജാവ് അഥവാ ചക്രവർത്തി എന്നതാണ് മഹേശ്വരന്റെ സ്ഥാനം. രാജാതിരാജന്റെ ഈശ്വരൻ, അതാണ് രാജരാജേശ്വരൻ. പെരിഞ്ചെല്ലൂർ എന്നറിയപ്പെടുന്ന തളിപ്പറമ്പ് ക്ഷേത്രങ്ങളുടെ നഗരിയാണ്. പ്രസിദ്ധങ്ങളായ ഒട്ടേറെ ക്ഷേത്രങ്ങൾ ഈ പ്രദേശത്തുണ്ട്. കേരളത്തിലെ അതിപ്രാചീനമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ച 108 ശക്തിപീഠങ്ങളിലൊന്നായി ഇതിനെ കരുതിപ്പോരുന്നു. ചക്രവർത്തിയെന്നും തൃക്കോവിലപ്പനെന്നും പെരിഞ്ചല്ലൂരപ്പനെന്നും രാജരാജേശ്വരനെ വിളിച്ചു പോരുന്നു. അസാധാരണ വലിപ്പമുള്ള പ്രാർത്ഥനാപീഠം ശ്രീകോവിലിന് തൊട്ട് മുന്നിലുണ്ട്. പ്രധാന ശ്രീകോവിലിന്റെ മുൻവശത്തായി ഋഷഭദേവന്റെയും യക്ഷിയുടെയും പ്രതിഷ്ഠകൾ കാണാം. പുലർച്ചെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ക്ഷേത്രനട തുറന്നിട്ടുണ്ടാവും. വൈകുന്നേരം 5 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. പ്രാർത്ഥനാ രീതികളിൽ ഏറെ പ്രത്യേകതയും വ്യത്യസ്തതയുമുണ്ട് ഇവിടെ. സ്ത്രീകൾക്ക് പകൽ സമയത്ത് പ്രവേശനമില്ല. രാത്രി 7:15 ശേഷമാണ് അവർക്കുള്ള പ്രവേശനം. ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവർ ചെറുകുന്ന് അന്നപൂർണേശ്വരിയെയും മാടായിക്കാവിലമ്മയെയും കാശി വിശ്വനാഥനെയും വണങ്ങുന്നത് ഒരു ആചാരമാണ്. അതിനായി പ്രത്യേകം സ്ഥാനങ്ങൾ നിർണയിച്ചു വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് അന്നപൂർണേശ്വരിയെ വണങ്ങേണ്ടത്. മാടായിക്കാവിലമ്മയെ തൊഴുതു പ്രാർത്ഥിക്കേണ്ടത് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നുകൊണ്ടാണ്. കാശി വിശ്വനാഥനെ വണങ്ങേണ്ടത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നുകൊണ്ടാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.